നമുക്കൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ പാവയ്ക്ക ഇതുപോലെ നീളത്തിൽ നുറുക്കിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പി വെച്ചിട്ടുണ്ട്, മുളക് പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി ചീഞ്ഞട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. സബോള, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള പാവയ്ക്കയിൽ ഇട്ട് കൊടുക്കാം. പാവയ്ക്കയിൽ ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് തിരുമ്പി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാനിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കയ്പ്പയ്ക്ക ഞാൻ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇത്തിരി നമ്മൾ അടുത്തന്നെ നിൽക്കണം. തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലോണം മൊരിയണം കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കയ്പ്പയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.